ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. നമുക്ക് നമ്മുടെ വാട്ടർമെലൺ ഇല്ലേ, തണ്ണിമത്തൻ, അതിൻ്റെ തോട് കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. എനിക്കിതൊരു പുതിയ അറിവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ചെയ്ത് നോക്കി സക്സസ് ആവുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വീഡിയോ വഴി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാ ഒരു വലിയ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഹാഫാണ് എടുക്കുന്നത്, ഹാഫിൻ്റെ തോട്. അപ്പം ഞാനത് രണ്ടായി കട്ട് ചെയ്തു. ഇനി നമുക്കതിൻ്റെ നടുക്കത്തെ നമ്മൾ നോർമലി കഴിക്കുന്ന ഭാഗമില്ലേ, അതൊന്ന് മാറ്റണം. ഇത് ഫുള്ള് ഞാൻ തിന്നുമല്ല, ഞാൻ കുറച്ചൊക്കെ കഴിച്ച് ബാക്കി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്രീൻ തോട്, അതിൻ്റെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമുക്കത് അരിഞ്ഞ് അച്ചാറൊക്കെ ആക്കേണ്ടത്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലഷ് ഇല്ലേ, അത് മാറ്റി വെക്കുവാണ്. ഇടയ്ക്ക് ഞാൻ കഴിക്കുന്നുമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കും ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ ഒന്നും കൂടെ ചെയ്യാമെന്ന് ഓർത്തെ. അപ്പോൾ ഇതാ ഞാനത് അതിൻ്റെ ഫ്ലഷ് എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ തോട് മാത്രമായിട്ട് എടുക്കുവാണ്. ഒത്തിരി അങ്ങ് നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. കുറച്ചൊരു റെഡ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്തായാലും ആ തോടിനകത്ത് നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ആ വെള്ളം പുറത്തേക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇനി ചൂടുവെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാ ഞാൻ ആ സ്കിന്നെല്ലാം പതുക്കെ പീൽ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മൂത്ത് പോയതെടുക്കരുത്, കാരണം ആ സ്കിന്നിൻ്റെ കട്ടി കൂടത്തില്ലേ, അപ്പോൾ നമുക്ക് പീൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പീലർ കൊണ്ട് ചെയ്യാം. പിന്നെ കട്ടിയുള്ള ഭാഗം ഞാൻ പിന്നെ കത്തി കൊണ്ടൊക്കെ ആട്ടോ ചെയ്തത്. ഒത്തിരി മൂത്ത് പോകാത്ത, അത്യാവശ്യം ഗ്രീനായിട്ട് തന്നെ ഒരു യെല്ലോ കളറിലേക്ക് പോകാതിരിക്കുന്ന തണ്ണിമത്തൻ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് കുക്കൊന്നും അല്ല, എന്നാലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതാ ഞാൻ ആ കട്ടിയുള്ള ഭാഗം പീലർ മാറ്റി ഞാൻ കത്തി വെച്ചൊക്കെ തന്നെയാണ് പീൽ ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് നല്ല മാങ്ങാച്ചാറൊക്കെ പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ലായിരുന്നു ഇത്, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു. ഇത് തോടിൻ്റെ അച്ചാറാന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഞാൻ വേറെ റെഫറൻസ് ഒന്നും നോക്കിയില്ല, സാധാരണ അച്ചാറിടുന്ന രീതിയിൽ തന്നെ ഞാനങ്ങ് ചെയ്ത് നോക്കിയതാണ്. സ്കിന്ന് പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മാങ്ങയൊക്കെ നമ്മൾ അച്ചാറിടാൻ അരിയൂല, അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഒത്തിരി ചെറുതാക്കണ്ട, കുറച്ചൊരു വലുപ്പത്തിലൊക്കെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറും സെയിം തന്നെ, നമ്മുടെ സാധാ മാങ്ങാച്ചാറൊക്കെ ഇടുന്ന പോലെ തന്നെ. ഇത് ഇച്ചിരി കുക്ക് ചെയ്യണം എന്നേ ഉള്ളൂ, എന്നാലേ ഇതിൻ്റെ അകത്തേക്ക് ആ ഒരു വിനീഗറിൻ്റെ പുളിയും ഒക്കെ ഇറങ്ങുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉള്ളായിരുന്നു. സത്യത്തിൽ ഒരു ഹാഫ് തണ്ണിമത്തൻ്റെ തോടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം നമ്മളെടുത്ത് വെക്കണം. അത് അത്യാവശ്യം ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുകും ഉലുവയിടാം. അത് നന്നായിട്ട് പൊട്ടി വരണം. ഉലുവ കുറച്ച് ഏറെ ഇടുന്നത് നല്ലതായിരിക്കും, കാരണം ഈ അച്ചാറിനൊക്കെ ഉലുവ, കായം, അതിൻ്റെയൊക്കെ ടേസ്റ്റല്ല കുറച്ച് എടുത്ത് നിൽക്കുന്നത്. കടുകും ഉലുവെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അത് നന്നായിട്ട് മൂത്ത് വരുമ്പം പച്ചമുളക് ഇടണം. പച്ചമുളക് ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. സോ നമ്മൾ പച്ചമുളക് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടിട്ടാൽ മതി. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പാടാട്ടോ, അതാണ് എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടി അത്യാവശ്യം ചേർത്തു. അവനവൻ്റെ എരിവിനൊക്കെ അനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അതും മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയും ഒരു 1 ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അങ്ങനെയൊക്കെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കളറും എരിവും ഒക്കെ ഉള്ളത്. പിന്നെ കുറച്ച് കായം പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കായം പൊടികളെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വിനീഗർ ചേർക്കും. ഇവിടെ ഇപ്പോൾ എല്ലാ ഇന്ത്യൻ സ്റ്റോറോ കേരള സ്റ്റോറിലൊക്കെ പോയാൽ നമുക്ക് വിനീഗർ കിട്ടും. അത്യാവശ്യം വിനീഗർ ചേർക്കണം, ഒരു 1/2 കപ്പെങ്കിലും ചേർക്കണം. കാരണം ഇതൊട്ടും പുളിയില്ലല്ലോ, മാങ്ങ നാരങ്ങ പോലെ ഒട്ടും പുളിയില്ലല്ലോ. സോ അത്യാവശ്യം നമ്മൾ വിനീഗർ ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ വെള്ളം ഒട്ടും യൂസ് ചെയ്യുന്നില്ല, ചൂടുവെള്ളം ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് നമ്മൾ വേവിക്കുന്നുണ്ട് ഇതിനകത്ത്. സോ അന്നേരം വെള്ളം നന്നായിട്ട് ഈ തോടിൽ നിന്ന് ഇറങ്ങും. മസാലയും വിനീഗറൊക്കെ അത്യാവശ്യം ഒന്ന് ചെറിയ തിള പോലെ വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചത് എടുത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഞാനത് ഫുൾ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നമ്മുടെ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ. എന്നിട്ടത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ഓർത്തു. നമ്മുടെ അച്ചാർ അവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതാ കണ്ടോ, അതൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മൂടി വെച്ചും തുറന്നുമൊക്കെ കുറച്ച് സമയം നമ്മൾ വേവിക്കണം. എന്തായാലും ഒരു 10-15 മിനിറ്റ്സ് അത് അടുപ്പിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാലും ഇതിനകത്തേക്ക് ആ വിനീഗറൊക്കെ പിടിക്കുകയുള്ളൂ. അത്യാവശ്യം ഒരു പുളി ഉപ്പുമൊക്കെ നന്നായിട്ട് അതിൽ ചേരത്തുള്ളൂ. നല്ല അച്ചാറാണ് കേട്ടോ. നമ്മൾ വേറൊരു തണ്ണിമത്തൻ്റേതായ ഒരു ടേസ്റ്റൊന്നും നമുക്ക് വരത്തില്ല. അത് മാങ്ങ ആ ഒരു ഫീലേ നമുക്ക് കിട്ടുള്ളൂ ഇത് കഴിക്കുമ്പോൾ. ഒരു 10 മിനിറ്റൊക്കെ വെന്ത് അതിൽ വെള്ളം കുറച്ച് വറ്റിക്കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം പുളിയൊക്കെ അതിൽ പിടിക്കും. നല്ല ടേസ്റ്റിൽ തന്നെ വരും. 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി തണ്ണിമത്തൻ തോട് കൊണ്ടുള്ള അച്ചാർ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.